അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതുതായി പുറത്തിറക്കിയ ക്രിപ്റ്റോ കറൻസി കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശി വിപണി കീഴടക്കി 2 ദിവസത്തെ വൻ കുതിപ്പിന് ശേഷം ഇപ്പോൾ കിതച്ചുകൊണ്ടിരിക്കുകയാണ്. യുഎസിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തീക്കാറ്റ് പോലെ തന്നെയായിരുന്നു ട്രംപിൻ്റെ മീം കോയിൻ്റെ ശക്തമായ മുന്നേറ്റവും. അതിൻ്റെ പര്യവസാനം പോലെ കോയിൻ പുറത്തിറക്കിയ ട്രംപിന് മാത്രം വൻ നേട്ടം കൊയ്യാൻ അവസരം നൽകി വാങ്ങിക്കൂട്ടിയ നിരവധി പേർക്ക് വൻ ദുരന്തം സമ്മാനിച്ചപ്പോഴാണ് ട്രംപ് കോയിൻ വിപണിയിൽ മൂല്യശോഷണം സംഭവിച്ച് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീക്കാറ്റടിച്ച് ലോസ് ഏഞ്ചൽസും പരിസരവും കത്തിയമരുന്നതിനിടയിലും മോഷ്ടാക്കൾ പ്രദേശത്ത് വൻ കൊള്ളകൾ നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സമാനമായി ട്രംപ് കോയിനിലൂടെ നിമിഷങ്ങൾ കൊണ്ട് കൊള്ളലാഭമുണ്ടാക്കിയപ്പോൾ പലർക്കും അത് വൻ നഷ്ടം വരുത്തിവെച്ചതാണ് യാഥാർത്ഥ്യം. പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് 3 ദിവസം മുമ്പ് ജനുവരി 17-നാണ് ട്രംപ് തന്റെ പേരിലുള്ള ക്രിപ്റ്റോ കറൻസി അഥവാ മീം കോയിൻ പുറത്തിറക്കിയത്. 2 മണിക്കൂറിനകം തന്നെ വൻ കുതിച്ചുചാട്ടമാണ് മീം കോയിൻ ഉണ്ടാക്കിയത്. പിറ്റേന്ന്, അതായത് ജനുവരി 18-ന് വൈകുന്നേരമാകുമ്പോഴേക്കും 4200% കോയിൻ്റെ മൂല്യം വർദ്ധിച്ചത്. ഒരു ടോക്കണിന് $0.01 എന്ന പ്രാരംഭ നിരക്കിൽ കോയിൻ അവതരിപ്പിക്കപ്പെട്ടത്. കുറഞ്ഞ പ്രവേശന വിലയും നിയമസാധുതയുള്ള കോയിനാണ് അവതരിപ്പിച്ചതെന്ന ട്രംപിൻ്റെ പ്രസ്താവനയും ആളുകളെ കൂട്ടത്തോടെ ട്രംപിൻ്റെ കോയിനിലേക്ക് ആകർഷിച്ചു. ക്രിപ്റ്റോ കോയിൻ വാങ്ങുന്നതിനുള്ള ലിങ്ക് ട്രംപ് തൻ്റെ തന്നെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. 17-ന് രാത്രി പുറത്തിറക്കിയതിന് പിന്നാലെ ഒരു ടോക്കൺ ഏകദേശം $1.5 വിൽപ്പന തുടങ്ങിയ നാണയത്തിൻ്റെ മൂല്യം മണിക്കൂറുകൾക്കകമാണ് 4200% വർദ്ധിച്ച് ടോക്കന് $74.59 മാറി പറഞ്ഞത്. 18-ന് ട്രംപ് നാണയത്തിൻ്റെ വില $74.59 പിന്നാലെ ഞായറാഴ്ച വൈകിട്ട് ട്രംപിൻ്റെ ഭാര്യ മിലാനിയ ട്രംപും പുറത്തിറക്കി മീം കോയിൻ. മിലാനിയ കോയിൻ പുറത്തിറക്കിയതോടെ തന്നെ ട്രംപിൻ്റെ കോയിൻ്റെ കഷ്ടകാലം ആരംഭിച്ചുവെന്ന് പറയാനാകും വിധമാണ് പിന്നീട് ട്രംപ് കോയിന് ഇടിവുണ്ടായത്. എന്നാൽ ഇതിനകം ട്രംപിൻ്റെ മീം നാണയം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ 22ാമത് ക്രിപ്റ്റോ കറൻസിയായും മെലാനിയയുടേത് 94ാമത്തെയായും മാറിയെന്ന് കോയിൻ ജീക്കോ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ജനുവരി 21-ന് രാവിലെ ട്രംപ് കോയിൻ്റെ ടോക്കൺ വില $31 കുത്തനെ ഇടിഞ്ഞു. ഈ സമയത്ത് മെലാനിയ മീം കോയിൻ ഏകദേശം $4 വ്യാപാരം നടന്നത്. പിന്നാലെ ട്രംപ് കോയിൻ അല്പം നേട്ടമുണ്ടാക്കി $37.2 ഏകദേശം $38 ക്ലോസ് ചെയ്തു. എന്നാൽ കോയിൻ പിന്നീട് തകർച്ചയുടെ അങ്ങേയറ്റത്തേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് കൂപ്പുകുത്തുകയായിരുന്നു. ജനുവരി 22-ന് $36.04 ട്രംപ് കോയിൻ ജനുവരി 22-ന് ഉച്ചയ്ക്ക് ഒരു ടോക്കണ് ഏകദേശം $9 എന്ന നിരക്കിലേക്കാണ് വ്യാപാരം നടന്നത്. 24 മണിക്കൂറിൽ ട്രേഡിംഗ് വോളിയം ഏകദേശം $51.1 ബില്യൺ കുറയുകയും ചെയ്തു. ജനുവരി 19-ന് ടോക്കൺ വില $74.59 എത്തിയപ്പോൾ ഏകദേശം $15 ബില്യൺ വിപണി മൂലധനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ജനുവരി 21-ന് രാവിലെ $6.2 ബില്യൺ വിപണി മൂലധനവുമായാണ് $31 കോയിൻ തകർന്നത്. ഇതോടെ മൂലധനത്തിൽ ഏകദേശം 60% ഇടിവാണുണ്ടായത്. പിന്നാലെ ട്രംപിൻ്റെ ക്രിപ്റ്റോ കറൻസി ഹോൾഡിങ്ങിലെ പേപ്പർ നേട്ടം ജനുവരി 18-ലെ $23 ബില്യൺ നിന്ന് $6 ബില്യൺ കുത്തനെ ഇടിഞ്ഞുവെന്നതാണ് ക്രിപ്റ്റോ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമായ അർക്കാം വ്യക്തമാക്കുന്നത്. ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ ബാങ്ക് പോലെയുള്ള ഏതെങ്കിലും കേന്ദ്ര അധികാര സ്ഥാപനങ്ങളെയോ ആശ്രയിക്കാതെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഒരു വിനിമയ മാധ്യമമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ കറൻസിയാണ് ക്രിപ്റ്റോ കറൻസികൾ എന്ന് വിളിക്കുന്നത്. 2 സ്ഥാപനങ്ങൾക്കിടയിൽ ഫണ്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ബാങ്കുകൾ പോലെയുള്ള പരമ്പരാഗത ഇടനിലക്കാരുടെ ആവശ്യമില്ലാതെ തന്നെ ഒരു ഇടപാടിലെ കക്ഷികൾക്ക് അവരുടെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന പണം പരിശോധിക്കുന്നതിനുള്ള ഒരു വികേന്ദ്രീകൃത സംവിധാനം ഇവ ഒരുക്കി നൽകുന്നു. കറൻസി, കോയിൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും ഭൗതിക രൂപത്തിൽ ഇവ നിലവിലില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ഇത് സാധാരണയായി ഒരു കേന്ദ്ര അതോറിറ്റി നൽകുന്നതുമല്ല. ഈ ഡിജിറ്റൽ കറൻസി 3ാം കക്ഷിക്ക് കണ്ടെത്താനും കഴിയില്ല. ബിറ്റ്കോയിനാണ് ആദ്യത്തെ വികേന്ദ്രീകൃത ക്രിപ്റ്റോ കറൻസി. 2009-ൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറായാണ് ഇത് ആദ്യം പുറത്തിറക്കിയത്. 2022 മാർച്ചിലെ കണക്കനുസരിച്ച് 9000-ലധികം വരുന്ന മറ്റ് ക്രിപ്റ്റോ കറൻസികൾ വിപണിയിലുണ്ടായിരുന്നു. അതിൽ 70-ലധികം ക്രിപ്റ്റോ കറൻസികളുടെ വിപണി മൂലധനം $1 ബില്യൺ കൂടുതലാണ്. ചില രാജ്യങ്ങൾ ഇതിൻ്റെ ഉപയോഗവും വ്യാപാരവും അനുവദിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ചിലത് നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം രാജ്യങ്ങളും ക്രിപ്റ്റോ കറൻസിയുടെ ഉപയോഗം നിയമവിരുദ്ധമല്ല.
US-ൽ ക്രിപ്റ്റോ നിയമവിധേയമാക്കുന്നതിനുള്ള ആദ്യപടിയായി ക്രിപ്റ്റോ കറൻസികൾക്കായി ഒരു നിയന്ത്രിത ചട്ടക്കൂട് സജ്ജീകരിക്കുന്നതിന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ക്രിപ്റ്റോ ടാസ്ക് ഫോഴ്സും ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം നേട്ടത്തിനാണ് മുന്നും പിന്നും നോക്കാതെ ട്രംപ് പുതിയ കോയിൻ അവതരിപ്പിച്ചതെങ്കിലും ഈ പുതിയ കോയിൻ ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ആവേശം നിറക്കുകയും ബിറ്റ്കോയിനെ എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തുവെന്നത് കാണാതിരിക്കാനുമാവില്ല.